നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയെ കാത്ത് കേരളം. പ്രഖ്യാപനം നാളെ. നിയമസഭാ കക്ഷിയോഗം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. MLA-മാരോട് തിരുവനന്തപുരത്തെത്താൻ നിർദ്ദേശം. 3-ൽ 1 പേരിലേക്കെത്താൻ ഖർഗെയുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി രാഹുൽ ഗാന്ധി. എല്ലാ ചർച്ചകളും പൂർത്തിയായെന്ന് ജയറാം രമേശ്. മുഖ്യമന്ത്രി ആരെന്നതിൽ അണികളിൽ ആകാംക്ഷ. പ്രതീക്ഷയോടെ VD ചെന്നിത്തല KC ക്യാമ്പുകൾ. VD സതീശിന്റെ വീട്ടിൽ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി ഘടകകക്ഷികൾ. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിൽ ഉറച്ച മുസ്ലിം ലീഗ്. ജനവികാരം മാനിക്കണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജനവികാരം മനസ്സിലാക്കണമെന്ന് RSPയും. ലീഗിനെതിരെ NSS. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് എന്നും ഘടകകക്ഷികൾ ഇടപെടേണ്ട കാര്യമില്ലെന്നും G സുകുമാരൻ നായർ. ഭരണസ്തംഭനം തുടരുന്നതിനിടെ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച ചീഫ് സെക്രട്ടറി. പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ തീരുമാനമാകാതെ CPM. സംസ്ഥാന സമിതി യോഗം ചേരുന്നു. തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം ചർച്ചാ വിഷയം. CPI-യിൽ പൊട്ടിത്തെറി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ഊർജ പ്രതിസന്ധിയിൽ സുപ്രധാന തീരുമാനങ്ങളുമായി കേന്ദ്രം. സുരക്ഷാ വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയാക്കാൻ SPGക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. സർവീസുകൾ വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ. സ്വർണ്ണ ഇറക്കുമതി തീരുവ 15% ഉയർത്തി കേന്ദ്ര സർക്കാർ. സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. ആദരിത്തോർ 144. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയ് സർക്കാർ. 144 പേരുടെ പിന്തുണ. 25 AIADMK MLA-മാർ വിജയ്ക്കൊപ്പം. വിട്ടുനിന്ന് DMK. വിവാദമായ ജോൽസിന്റെ നിയമനം റദ്ദാക്കി. 5-ാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത N രംഗസ്വാമി. BJP-യിൽ നിന്നും A നമശിവായയും മന്ത്രിപദത്തിൽ. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കില്ലെന്നും നാളെ പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. AICC വാർത്താസമ്മേളനം വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഖർഗെയുടെ വീടിന് മുൻപിൽ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും അരമണിക്കൂർ ചർച്ച നടത്തിയെങ്കിലും തീരുമാനത്തിലെത്തിയില്ല എന്നാണ് പുറത്തുവരുന്ന സൂചന. വിഷയത്തിൽ ആന്റണിയുടെ നിലപാട് തേടി തീരുമാനമെടുക്കുമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്നു. അരമണിക്കൂറോളമാണ് രാഹുൽ ഗാന്ധി ഒപ്പം മല്ലികാർജ്ജുൻ ഖർഗെയുമായുള്ള നിർണായക കൂടിക്കാഴ്ച നടന്നത്. പക്ഷേ ഒരു പേരിലേക്കും എത്തിയില്ല. നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ജയറാം രമേശ് ഉറപ്പിച്ചു പറയുമ്പോൾ ആരിലേക്കായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം നീങ്ങുന്നത്? അശ്വതി, ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ ചർച്ചകൾക്കൊടുവിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള സൂചന പുറത്തു വന്നിരുന്നു. എന്നാൽ ആ യോഗത്തിന് ശേഷം കോൺഗ്രസിന്റെ മീഡിയ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പുറത്തുവന്ന മാധ്യമങ്ങളെ കാണുകയും ചർച്ച പൂർത്തിയായി പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചത്. അതായത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നുള്ളതിൽ തീരുമാനമായിരിക്കുകയാണ്. പക്ഷേ അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ ആരിലേക്കായിരിക്കും ഹൈക്കമാൻഡ് എത്തുക എന്നുള്ളത് ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. അവസാന നിമിഷവും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാലിനാണ് MLA-മാരുടെ പൂർണ്ണ പിന്തുണ. ഹൈക്കമാൻഡ് തലത്തിലും KC മുഖ്യമന്ത്രിയാകട്ടെ എന്നൊരു പൊതു ചർച്ചയിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ പോലും ഇന്നലെ നടന്നിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അതായത് K മുരളീധരനും VM സുധീരനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയിൽ കേരളത്തിന്റെ സാഹചര്യം, അതിൽ ഘടകകക്ഷികൾ VD സതീശനൊപ്പമാണ് നിൽക്കുന്നത്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ഭാവിയിൽ UDF-നുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ KCയെ മുഖ്യമന്ത്രിയാക്കുന്നത് ഗുണകരമാകില്ല എന്ന നിരീക്ഷണവും എന്ന ആവശ്യവുമാണ് K മുരളീധരനും VM സുധീരനും ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചത്. അതോടുകൂടിയാണ് ചർച്ച വീണ്ടും നീണ്ടുപോയത്. ഇന്ന് വൈകിട്ട് നടന്ന ചർച്ചയിലും ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടായില്ല. നാളെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കിയത്. അശ്വതി.
ശരി, വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു നൽകിയത്. മുഖ്യമന്ത്രി തീരുമാനം എത്രയും വേഗം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് മുതിർന്ന നേതാവ് VM സുധീരൻ. നല്ല തീരുമാനം വരട്ടെ, തീരുമാനം വൈകുന്നത് വിജയത്തിന്റെ ശോഭയെ ബാധിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും പ്രയാസമുണ്ട്. ഗവൺമെന്റ് രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ അതെല്ലാം മാറും. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ പ്രതികരണം സ്വാഭാവികമാണ്. സംസ്ഥാനത്ത് ഭരണപ്രതിസന്ധിയില്ലെന്നും VM സുധീരൻ പറഞ്ഞു. മുഖ്യമന്ത്രി കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം കാത്തിരുന്നു മുസ്ലിം ലീഗ്. മലപ്പുറത്ത് ചേർന്ന നേതൃയോഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ കടുത്ത അസംതൃപ്തി ഉയരുകയാണ്. പല നേതാക്കളും തീരുമാനമെടുക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തെ ശക്തമായി പ്രതിഷേധം അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ കാര്യം യോഗം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിമാർ ആരൊക്കെയെന്ന് തീരുമാനമെടുക്കുന്നതിന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം വന്നതിന് ശേഷം പ്രതികരിക്കാമെന്ന് യോഗത്തിന് ശേഷം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഞങ്ങളുടെ നേതൃയോഗം കഴിഞ്ഞു. തങ്ങൾക്കിപ്പോൾ മങ്കടയിൽ പോകാനുണ്ട്. ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് പോവാണ് ഞങ്ങൾ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും തങ്ങളെ ഓതറൈസ് ചെയ്തു. ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം. ലീഗിന് അർഹമായ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നും അക്കാര്യത്തിൽ ആശങ്കയില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകും. പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താനാകാത്തവരാണ് LDF എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പരിഹസിച്ചു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഹൈക്കമാൻഡ് പ്രോസസ്സ് പുനഃപരിശോധിക്കണമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. ഇന്നലെ വരെ ഒരുമിച്ച് നീങ്ങിയതുകൊണ്ടും നാളെയും ഒരുമിച്ച് നീങ്ങേണ്ടതുകൊണ്ടുമാണ് നല്ല ഭാഷയിൽ ഇങ്ങനെ പറയുന്നത്. ജനങ്ങളുടെ റിയാക്ഷൻ മനസ്സിലാക്കണം. വിജയത്തിന്റെ ശോഭ കെടുത്താതെ പോകേണ്ടിയിരുന്നുവെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. എന്നാൽ ഘടകകക്ഷികൾ അഭിപ്രായം പറയുന്നതിനെ MM ഹസൻ വിമർശിച്ചതിൽ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നും ഞങ്ങളും വെള്ളം കോരിയതാണെന്നുമായിരുന്നു ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. ഒരുമിച്ച് നീങ്ങിയതുകൊണ്ടും നാളെയും ഒരുമിച്ച് നീങ്ങണം എന്ന ആഗ്രഹം ഇപ്പോഴും ഉള്ളതുകൊണ്ടും നല്ല നാടൻ ഭാഷയിൽ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. റിസൾട്ട് വന്നതിൻ്റെ അടുത്ത ദിവസം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട് എൻ്റെ പകിട്ട് നഷ്ടപ്പെടാതെ ശോഭ കെടുത്താതെ നോക്കണം എന്ന് പറയുന്നു. നമുക്ക് പറയാനല്ല പറ്റത്തുള്ളൂ. ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ വന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കും? ജനവികാരം അല്ലെങ്കിൽ ജനം ഇത്ര ഉജ്ജ്വലമായൊരു വിജയം തന്നവർ ഇപ്പോൾ നമ്മളെ എങ്ങനെയാണ് കാണുന്നതെന്ന് എല്ലാവരും ചിന്തിക്കട്ടെ എന്നേ പറയാനുള്ളൂ. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ലീഗിനെതിരെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ ഘടകകക്ഷികൾ ഇടപെട്ടത് എന്തിനെന്നും സുകുമാരൻ നായർ ചോദിച്ചു. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ ഇടപെടലാണ് തീരുമാനം വൈകാൻ കാരണം. ചിലതൊക്കെ മുന്നിൽ കണ്ട് തങ്ങളുടെ അധീനതയിലാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. തീരുമാനം വൈകുന്നതിൽ ചില ദുരൂഹതകളുണ്ട്. ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ 30 സീറ്റ് UDFന് ലഭിക്കില്ല. വലിയ വിജയത്തിന്റെ ശോഭ UDF കളഞ്ഞു കുളിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ഘടകകക്ഷികൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് വേണ്ടി മാറ്റിവെച്ച ഈ സ്ഥാനത്ത് പല 3 പേര് വന്നതുകൊണ്ട് അതിൽ ആരെയും പിന്താങ്ങാനോ എതിർക്കാനോ ചെയ്യാനോ പാടില്ലായിരുന്നു. കാരണം ഇവിടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എടുക്കുന്നത് സംവിധാനം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേന്ദ്രമാണ് തീരുമാനിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ കേന്ദ്രത്തിൻ്റെ തീരുമാനം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത് ആ പ്രശ്നം കൊണ്ടാണ്. ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നവർക്ക് ഫ്ലക്സും അതിനകത്ത് ഫ്ലക്സും എന്തെല്ലാമാണ് പ്രകടനം. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്ന CPMന്റെ നേതൃയോഗങ്ങൾ തുടരുന്നു. 2 ദിവസത്തെ സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചു. കണ്ണൂർ ഘടകം ഉൾപ്പെടെ താഴെത്തട്ടിൽ പാർട്ടിക്കെതിരെ പ്രതിഷേധമുയരുമ്പോൾ ചേരുന്ന സംസ്ഥാന സമിതിയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടാകും. പ്രതിപക്ഷ നേതാവ് ആരാകും എന്നത് യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലെങ്കിലും ചോദ്യങ്ങൾ ഉയരാനാണ് സാധ്യത. ചരിത്രപരമായ തോൽവി ഏറ്റുവാങ്ങിയ ശേഷമുള്ള ആദ്യ സംസ്ഥാന സമിതി യോഗമാണ് ചേരുന്നത്. തോൽവിയുടെ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ അതിരൂക്ഷമായ വിമർശനമാകും നേതൃത്വത്തിന് നേരിടേണ്ടി വരിക. ബ്രാഞ്ച് തലം മുതൽ പാർട്ടി പ്രവർത്തകരുടെ ഭാഗം കേൾക്കാൻ തയ്യാറാണ് എന്ന് നേതൃത്വം അറിയിച്ചതിന് പിന്നാലെ ചേരുന്ന സംസ്ഥാന സമിതി യോഗമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും PBയിലും നേതൃത്വം വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു.
പിണറായി വിജയന്റെ ശൈലിയിലടക്കം കടുത്ത വിമർശനം താഴെ തട്ടുമുതൽ അണികൾ ഉന്നയിക്കുകയാണ്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ സ്വജനപക്ഷപാതം, ഏകാധിപത്യ സ്വഭാവം, പാർട്ടി നയങ്ങളിലെ വ്യതിചലനം എന്നിവ ചൂണ്ടിക്കാട്ടി പിണറായി വിജയനും MV ഗോവിന്ദനും നേരെ കണ്ണൂർ ഘടകങ്ങൾ പരസ്യ പ്രതിഷേധം ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന സമിതി ചേരുന്നത്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ വോട്ട് ചോർച്ചയിലാണ് പ്രധാനമായും നേതൃത്വം പ്രതിക്കൂട്ടിലാകുന്നത്. CPMന്റെ നയങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തിരിച്ചടിയായി എന്നതും വിലയിരുത്തും. ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനവും ഭൂരിപക്ഷത്തെ ചേർത്ത് നിർത്തിയെന്ന ആക്ഷേപത്തിനിടയായതും സംസ്ഥാന സമിതിയിൽ നേതൃത്വത്തിനെതിരായ കടന്നാക്രമണത്തിന് ഇടയാകും. 10 വർഷത്തെ ഭരണനേട്ടം ജനങ്ങളിലെത്തുന്നതിനേക്കാൾ വേഗത്തിൽ പാർട്ടിയിലും സർക്കാരിലുമുണ്ടായ വീഴ്ചകൾ ചർച്ചയായി എന്നതും നേതൃത്വത്തിന്റെ പരാജയമായി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടും. അതേസമയം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വരുമോ എന്ന വിഷയം നേതൃയോഗങ്ങളിലെ അജണ്ടയിലില്ലെങ്കിലും ചർച്ചയുടെ ഭാഗമായി അംഗങ്ങൾ ഉന്നയിക്കും. സംസ്ഥാന സമിതിയുടെ സമാപന ദിവസം പാർട്ടി സെക്രട്ടറിയും പിണറായി വിജയനും വിമർശനങ്ങൾക്ക് മറുപടി പറയും. ശക്തമായ പ്രതിപക്ഷമായി മുന്നണിയെ നയിക്കേണ്ടി വരുമ്പോൾ തിരുത്തൽ നടപടികൾ എവിടെ എങ്ങനെ തുടങ്ങണമെന്നതും സംസ്ഥാന സമിതി തീരുമാനിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPI-യിൽ സംഘടനാ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കൊല്ലം ജില്ലാ കമ്മിറ്റി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന നേതാക്കൾ രംഗത്തെത്തി. നേതൃത്വം CPM-ന് അടിമപ്പെടുന്ന രീതി ശരിയല്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വം എടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നുവെന്നും വിമർശനം ഉയർന്നു. CPI കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവിലും കൗൺസിലിലുമാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് വരെ ആവശ്യപ്പെട്ട് മുതിർന്ന നേതാക്കൾ രംഗത്തെത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത ചില നിർണായക തീരുമാനങ്ങൾ പാർട്ടിയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് നേതാക്കളുടെ ആരോപണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ആരാണ് അനുമതി നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകേണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെ മത്സരരംഗത്തിറങ്ങിയതും തെറ്റായ തീരുമാനമാണെന്ന വിലയിരുത്തലും ഉയർന്നു. പ്രത്യേകിച്ച് ചാത്തന്നൂരും ചടയമംഗലവും ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരിച്ചതിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. പ്രത്യേകിച്ച് ചാത്തന്നൂരും ചടയമംഗലവും ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരിച്ചതിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. ചാത്തന്നൂരിൽ BJP വിജയിച്ചതിന് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളാണ് കാരണമെന്നുമാണ് വിമർശനം. അടൂരിലെ സ്ഥാനാർത്ഥി നിർണയവും വലിയ വിവാദമായി. കൊല്ലത്ത് നിന്ന് ഒരു നേതാവിനെ അടൂരിൽ മത്സരിപ്പിച്ചതും തെറ്റായ തീരുമാനമാണെന്നും ഈ നീക്കത്തിന് സംസ്ഥാന നേതൃത്വം പിന്തുണ നൽകിയതും വിമർശന വിധേയമായി. നാദാപുരം, തൃശൂർ, വൈക്കം, അടൂർ, ചിറയൻകീഴ്, ചാത്തന്നൂർ, ചടയമംഗലം തുടങ്ങിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും യോഗം വിലയിരുത്തി. ഇതോടൊപ്പം പാർട്ടി ഈ രീതിയിൽ തുടർന്നാൽ CPIക്ക് CPM-ൽ ലയിക്കേണ്ടി വരുമെന്നവരെ കടുത്ത വിമർശനവും ഉയർന്നു. CPIM-ന് കീഴടങ്ങുന്ന രീതിയിൽ നേതൃത്വം പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്ന അഭിപ്രായവും നേതാക്കൾ പങ്കുവച്ചു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്ന ഈ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലെ ഭിന്നതകളെ കൂടുതൽ തുറന്നുകാട്ടുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം കൈവരിച്ച TVK സർക്കാർ 144 MLA-മാരുടെ പിന്തുണയോടെയാണ് സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ചത്. അണ്ണാ DMK-യിലെ 25 MLA-മാർ TVK-യെ പിന്തുണച്ചു. 22 പേർ മാത്രമാണ് സർക്കാരിനെതിരെ വോട്ട് ചെയ്തത്. 119 MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്ന വിജയ് സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ 144 MLA-മാരുടെ പിന്തുണയോടെ ഭൂരിപക്ഷം തെളിയിച്ചു. AIADMK-യിലെ 25 വിമത MLA-മാർ TVK-യെ പിന്തുണച്ചു. AIADMK നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം TVK സർക്കാരിനെ പിന്തുണച്ചത് വിജയ്ക്ക് സഹായകരമായി. 22 പേർ മാത്രമാണ് സർക്കാരിനെതിരെ വോട്ട് ചെയ്തത്. DMK-യും BJP-യും PMK-യും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ DMK അംഗങ്ങൾ ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതുകൂടാതെ 5 MLA-മാർ നിലപാട് വ്യക്തമാക്കാതെ വിട്ടുനിന്നു. വിശ്വാസം നേടിയതോടെ അടുത്ത 6 മാസത്തേക്ക് വിജയ് സർക്കാരിന് സുരക്ഷിതമായി ഭരണം തുടരാനാകും. അതേസമയം DMK സഖ്യകക്ഷിയായ DMDK TVK-ക്ക് എതിരെ രംഗത്തെത്തി. വിശ്വാസ വോട്ടെടുപ്പിന്റെ പേരിൽ കുതിരക്കച്ചവടം നടന്നെന്ന് DMDK നേതാവ് പ്രേമലത വിജയകാന്ത് വിശ്വാസ വോട്ടെടുപ്പിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിനിടയിൽ ആരോപിച്ചു. മുഖം മറച്ച് വിജയെ കാറിലെത്തി കണ്ടത് ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് DMDK ആവശ്യപ്പെട്ടു. അതിനിടെ വിജയ് തന്റെ സ്വകാര്യ ജ്യോതിഷിക്ക് സർക്കാർ പദവി നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് നിയമനം റദ്ദു ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
പുതുച്ചേരിയിൽ എൻ രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30-ൽ 18 സീറ്റ് നേടിയാണ് NDA സംസ്ഥാനത്ത് തുടർഭരണം നേടിയത്. നിയമലംഘനങ്ങളെ തുടർന്ന് കുവൈറ്റിലെ 2 സ്വകാര്യ ഫാർമസികളുടെ ലൈസൻസ് റദ്ദാക്കി. കൂടാതെ മറ്റൊരു ഫാർമസിയുടെ പ്രവർത്തനം 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആരോഗ്യമന്ത്രി അഹമ്മദ് അബ്ദുൾ വഹാബ് അൽ അവാദിയുടെ ഉത്തരപ്രകാരമാണ് നടപടി. റിപ്പോർട്ട് അനുസരിച്ച് ലൈസൻസ് ചട്ടങ്ങൾ ലംഘിച്ചതും മുൻകൂർ അനുമതിയില്ലാതെ 6 മാസത്തിലേറെ പ്രവർത്തനം നിർത്തിവെച്ചതുമായ 2 ഫാർമസികൾക്കെതിരായ നടപടിക്ക് കാരണമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഡോക്ടർ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ വിറ്റതും സ്റ്റോക്ക് രേഖകളിലും യഥാർത്ഥ മരുന്ന് ശേഖരത്തിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് 3ാമത്തെ ഫാർമസി താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത്. കുവൈറ്റിലേക്ക് കടൽ മാർഗം നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ 4 പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം. കുവൈറ്റിനെതിരായ അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ തങ്ങൾ പദ്ധതിയിട്ടിരുന്നതായും ചോദ്യം ചെയ്യലിൽ ഇവർ സമ്മതിച്ചതായി മന്ത്രാലയം അറിയിച്ചു. ബൊബാനിയൻ ദ്വീപ് ലക്ഷ്യമിട്ടാണ് സംഘം എത്തിയത്. ഇതിനായി പ്രത്യേകം വാടകയ്ക്കെടുത്ത മീൻപിടുത്ത ബോട്ടാണ് ഇവർ ഉപയോഗിച്ചത്. നുഴഞ്ഞുകയറ്റക്കാരെ പ്രതിരോധിക്കുന്നതിനിടെ കുവൈറ്റ് സായുധ സേനയുമായി ഏറ്റുമുട്ടലുണ്ടാകുകയും ഇതിൽ ഒരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തു. സംഘത്തിലെ ചിലരെ പിടികൂടാൻ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചെങ്കിലും 2 പേർ രക്ഷപ്പെട്ടു. ഇവർക്കായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രത തുടരുന്നു. സൗദിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന വസ്തുവകകൾക്ക് ഫീസ് ചുമത്തുന്നതിനുള്ള എക്സിക്യൂട്ടീവ് റെഗുലേഷന് സൗദി മുനിസിപ്പൽ ഗ്രാമകാര്യ പാർപ്പിട മന്ത്രാലയം അംഗീകാരം നൽകി. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ പുരോഗതിക്കും വിപണിയിലെ സുസ്ഥിരതയ്ക്കും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ നൽകിയ നിർദ്ദേശങ്ങളുടെ തുടർച്ചയായാണ് ഈ പുതിയ നടപടി. ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്തുവകകൾ വിപണിയിലേക്ക് എത്തിക്കുന്നതിനും അതുവഴി വിപണിയിൽ ലഭ്യമായ കെട്ടിടങ്ങളുടെയും ഭൂമിയുടെയും എണ്ണം വർദ്ധിപ്പിച്ച് ആവശ്യക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനും ഇത് സഹായിക്കും. അടുത്തുവരുന്ന ഉംറ സീസണിലേക്കുള്ള വിസ അപേക്ഷകൾ ദുൽഹജ്ജ് മെയ് 31 മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. തൊട്ടടുത്ത ദിവസം ജൂൺ 1 മുതൽ നുസൂക്ക് ആപ്പ് വഴി ഉംറ പെർമിറ്റുകളും ലഭിച്ചു തുടങ്ങും. പുതിയ സീസണിന് മുന്നോടിയായി വിദേശ ഏജന്റുമാരുടെ കരാർ നടപടികൾ മന്ത്രാലയം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. നുസൂക്ക് മസാർ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് കരാറുകൾ പുതുക്കേണ്ടത്. തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കുന്നതിനായി കരാർ നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കി മാറ്റിയിട്ടുണ്ട്. കുവൈറ്റിലേക്ക് സർവീസ് നടത്താൻ അനുമതി ലഭിക്കാത്ത എയർലൈൻ കമ്പനികളിൽ നിന്നും റിസർവേഷൻ നടത്തുകയോ ടിക്കറ്റ് വാങ്ങുകയോ ചെയ്യരുതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. നിലവിൽ കുവൈറ്റ് എയർവേയ്സിനും ജസീറ എയർവേയ്സിനും മാത്രമാണ് സർവീസ് നടത്തുന്നതിന് അനുമതിയുള്ളൂവെന്നും DGCA വക്താവ് അബ്ദുള്ള അൽ രാജ്കി അറിയിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സർവീസ് നടത്തുന്നതിന് മറ്റു വിമാന കമ്പനികൾക്ക് ഇതുവരെ പ്രവർത്തന അനുമതിയോ ഔദ്യോഗിക അംഗീകാരമോ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഇത്തരത്തിൽ അനുമതി ലഭിക്കാത്ത ഏതെങ്കിലും വിമാന കമ്പനിയിൽ ടിക്കറ്റ് എടുക്കുകയോ ബുക്ക് ചെയ്യുകയോ ചെയ്ത ഏതൊരു യാത്രക്കാരനും സഹൽ ആപ്പ് വഴി പരാതി നൽകാമെന്നും അൽ രാജ്കി കൂട്ടിച്ചേർത്തു. നിയമലംഘനം നടത്തുന്ന എയർലൈനുകൾക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇതുവഴി കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഹന്തി ഫെസ്റ്റ് സീസൺ 3 ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ബലിപ്പെരുന്നാളിന് മുന്നോടിയായി റിയാദിലെ പ്രവാസി വനിതകൾക്കായി മെയ് 22 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണി മുതൽ അൽ വഫ ഷോല മാളിൽ വെച്ച് മൈലാഞ്ചി മത്സരവും കലാപരിപാടികളും അരങ്ങേറും. ഇന്ത്യയിൽ നിന്നുമുള്ള പ്രവാസി വനിതകളായ മെഹന്തി ആർട്ടിസ്റ്റുമാരുടെ അഭിരുചി മാറ്റുരയ്ക്കുന്ന മൈലാഞ്ചിയിടൽ മത്സരവും പുതുമുഖ കലാകാരന്മാരുടെ പ്രകടനങ്ങളും സ്ത്രീ സംരംഭകരുടെ വ്യത്യസ്തമാർന്ന സ്റ്റാളുകളും അവതരിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മെഹന്തി ഫെസ്റ്റ് സീസൺ 3 ഒരുങ്ങുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 056862105 അല്ലെങ്കിൽ 05639012008 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി മറ്റു വാർത്തകൾ നോക്കാം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം പുരോഗമിക്കുന്നു. അന്വേഷണം 10 സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ചോർത്തിയ ചോദ്യപേപ്പർ കേരളത്തിലും എത്തിയതായാണ് സൂചനകൾ. ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ചോദ്യപേപ്പർ ലഭിച്ചതായും സംശയിക്കുന്നു. ടെലഗ്രാം വഴിയും ചോദ്യപേപ്പർ പ്രചരിച്ചതായി CBI സംശയിക്കുന്നുണ്ട്. ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിനിടെ ചോർത്തുക എന്നതായിരുന്നു ഇതുവരെയുള്ള പരീക്ഷാ തട്ടിപ്പ് സംഘത്തിന്റെ പതിവ്. എന്നാൽ നീറ്റിൽ ഇക്കുറി അതും കടന്ന് ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ചോർത്തിയത് എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ നാസിക്കിലെ ഒരു പ്രസ്സിലാണ് അടിച്ചത്. ഈ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നും മെഡിക്കൽ വിദ്യാർത്ഥിയായ ശുഭം കർണിയാർ എന്ന വ്യക്തിക്കാണ് ചോദ്യപേപ്പർ പൂർണ്ണ രൂപത്തിൽ കിട്ടിയത്. പിന്നീട് പണം നൽകിയ ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയായിരുന്നു.
നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ SFI സംസ്ഥാന വ്യാപകമായി നടത്തിയ മാർച്ചിൽ സംഘർഷം. പലയിടത്തും പോലീസ് ലാത്തിച്ചാർജ് നടത്തി ജലപീരങ്കി പ്രയോഗിച്ചു. ഊർജ്ജ പ്രതിസന്ധി മുന്നിൽ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക തീരുമാനം. തന്റെ സുരക്ഷാ വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാനാണ് നിർദ്ദേശം. ഇലക്ട്രിക് വാഹനത്തിന്റെ സാധ്യത പരിശോധിക്കുവാനും സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനോട് അദ്ദേഹം നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവരുടെ വാഹനങ്ങളുടെ എണ്ണം 50% വെട്ടിക്കുറച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുപ്രധാന തീരുമാനം. തന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാനും ഇലക്ട്രിക് വാഹനങ്ങളുടെ സാധ്യത പരിശോധിക്കാനും നിർദ്ദേശിച്ചു. ബ്ലൂ ബുക്ക് മാനദണ്ഡങ്ങൾ ലംഘിക്കാതെ പുതിയ ക്രമീകരണം നടത്താനാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്ത് ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കാൻ രാജ്യത്തെ പൗരന്മാരോട് ആഹ്വാനം ചെയ്തതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം. നിർദ്ദേശത്തെ തുടർന്ന് സുരക്ഷാ ചുമതലയുള്ള SPG വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. സുരക്ഷയിൽ വിട്ടുവീഴ്ച വരുത്താതെ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനം. അതേസമയം മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ വാഹനങ്ങൾ 50% വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചു. വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കാനും ഉത്തർപ്രദേശ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. UPക്ക് പുറകെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയ കൂടുതൽ സംസ്ഥാനങ്ങളും സമാനമായ നടപടികൾ ആരംഭിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇന്ധനവില വർധനയുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളിൽ മൊത്ത വിൽപ്പന നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി എണ്ണ കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പരമാവധി 200 ലിറ്റർ വരെ ഡീസലും 5000 രൂപ വരെ പെട്രോളും എന്ന പരിധി നിശ്ചയിക്കാനാണ് പമ്പ് ഉടമകൾക്ക് എണ്ണ കമ്പനികളുടെ നിർദ്ദേശം. നിലവിൽ 2 മാസത്തേക്കുള്ള സ്റ്റോക്ക് വരെയാണ് പമ്പുകൾക്ക് അനുവദിച്ചിരിക്കുന്നത്. രാജ്യത്ത് 2 മാസത്തേക്കുള്ള അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ ശേഖരവും 1.5 മാസത്തേക്കുള്ള LPGയും ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇന്ധനവില വർധനവിന് പിന്നാലെ കടുത്ത തീരുമാനവുമായി എയർ ഇന്ത്യ. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ 3 മാസത്തേക്ക് വെട്ടിക്കുറച്ചു. പ്രതിദിനം 100 വിമാന സർവീസുകളാണ് കുറച്ചത്. ഡൽഹിയിൽ നിന്നും ചിക്കാഗോ, സിംഗപ്പൂർ, ഷഹായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും നിർത്തി. സാൻ ഫ്രാൻസിസ്കോ, പാരീസ്, ടൊറന്റോ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾ കുറയ്ക്കുകയും ചെയ്തു. മണിപ്പൂരിലെ കാങ്പോങ് പിയിൽ വൈദികർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചുരാചന്ദ്പൂരിൽ നിന്നും കാംപോക്കിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തദൌ ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻ അംഗങ്ങളായ റവറൻഡ് വി സിറ്റ്ലൌ, റവറൻഡ് കൈ ഗൗലൈൻ, പാസ്റ്റർ പൗഗൈലൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് കുക്കി സമുദായ സംഘടനകൾ അറിയിച്ചു. ചുരാചന്ദ്പൂരിലെ സഭാ സമ്മേളനത്തിന് ശേഷം 2 വാഹനങ്ങളിൽ മടങ്ങുകയായിരുന്നു സംഘം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ബെയ്ജിംഗിൽ. ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം മൂലം ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് സന്ദർശനം. നാളെ ഷീ ജിൻപിങ്ങുമായി ട്രംപ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2ാം തവണ അധികാരത്തിലെത്തിയ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ ചൈനീസ് സന്ദർശനമാണ് ഇത്. വ്യാപാര തീരുവകൾ, തായ്വാൻ വിഷയം, നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ തുടങ്ങിയവയെ ചൊല്ലി ചൈന അമേരിക്ക ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. എന്നാൽ ഇറാൻ വിഷയമായിരിക്കും ചർച്ചകളിൽ മുൻപന്തിയിൽ നിൽക്കുകയെന്നാണ് മുതിർന്ന US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇറാനുമേൽ ചൈനയ്ക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഈ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. വ്യാപാരം, മയക്കുമരുന്ന് കടത്ത് തടയൽ തുടങ്ങിയവ മുഖ്യ ചർച്ചാ വിഷയമാകും. വ്യാപാര കരാറിനെക്കുറിച്ചും ചർച്ച ചെയ്യും. ഇറാനിലേക്ക് ചൈന ആയുധങ്ങൾ നൽകുന്നു എന്നാരോപിച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നീട് അത് പിൻവലിച്ചു. ഇറാൻ വിഷയം മറ്റു സുപ്രധാന കരാറുകളെ ബാധിക്കരുത് എന്ന് അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ അഭിപ്രായപ്പെട്ടു. 3 ദിവസത്തെ സന്ദർശനം US-ചൈന ബന്ധത്തിലെ നിർണായക നിമിഷമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വെറും ഔദ്യോഗിക ചടങ്ങുകൾ എന്നതിലുപരി സാമ്പത്തിക രംഗത്തും സുരക്ഷാ കാര്യങ്ങളിലും കൃത്യമായ ഫലങ്ങൾ ഉണ്ടാകാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന് വൈറ്റ് ഹൗസ് വക്താക്കൾ അറിയിച്ചു.
ആണവായുധ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൈന ഇതുവരെ വലിയ താൽപര്യം കാട്ടിയില്ല എങ്കിലും ഈ വിഷയത്തിൽ നേരിട്ടുള്ള സംവാദം അമേരിക്ക വീണ്ടും ആവശ്യപ്പെടും. തായ്വാൻ വിഷയത്തിൽ നിലവിലുള്ള തൽസ്ഥിതി തുടരുന്ന നയത്തിൽ മാറ്റമില്ല എന്ന് US വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വ്യോമയാനം, കൃഷി, ഊർജ്ജം എന്നീ മേഖലകളിൽ പുതിയ കരാറുകൾ ഒപ്പിടാനും ചർച്ചകളിലൂടെ ശ്രമമുണ്ടാകും. അമേരിക്കൻ തൊഴിലാളികളുടെയും കർഷകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ചൈനയുമായുള്ള വ്യാപാര ബന്ധം പുനഃക്രമീകരിക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.